നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അരിഷ്ടത്തിന്റെ റെസിപ്പിയാണ്. അതായത് ഇപ്പം നെല്ലിക്കയൊക്കെ നന്നായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് ഇതുപോലെ നമ്മൾ അരിഷ്ടം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്കത് കഴിഞ്ഞ് കുടിക്കാനും നല്ലതാണ്. അപ്പോൾ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒന്നാണ് നെല്ലിക്ക. നമ്മൾ ഓറഞ്ചിലുള്ളതിൻ്റെയൊക്കെ 20 ഇരട്ടി വൈറ്റമിൻ സി നെല്ലിക്കയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഞാൻ 1 കിലോ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി കംപ്ലീറ്റ് വെള്ളമയം എല്ലാം തുടച്ച് നല്ല ഡ്രൈ ആക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇട്ട് വെക്കേണ്ട കുപ്പിയാണെങ്കിൽ കുപ്പി, അതല്ല ഭരണിയാണ്, ഭരണിയിലേക്ക് വേണം നമുക്കിത് ഇട്ട് വെക്കാനായിട്ട്. നമ്മൾ നെല്ലിക്ക കെട്ടി വെക്കാൻ എടുക്കുന്ന ഭരണിയാണെങ്കിലും കുപ്പിയാണെങ്കിലും നന്നായിട്ട് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയ കുപ്പിയിലേ ഇട്ട് വെക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ നെല്ലിക്ക അരിഷ്ടം ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കര എടുത്ത് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ചെറുതാക്കി പൊട്ടിച്ചതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ 1 കിലോ നെല്ലിക്കയ്ക്ക് 3/4 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, കുറച്ച് കറുവ എടുത്തിട്ടുണ്ട്. ഒരു 20 ഗ്രാമ്പുമാണ് എടുത്തേക്കുന്നത്, പിന്നെ കുറച്ച് കറുവ. അപ്പം കറുവ ഇത് ഒരുപാടൊന്നും ഇല്ല, ഈ ഒരു നീളമുള്ള കറുവ എടുത്തിട്ട് അതിനെ ചെറുതാക്കി മുറിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്? ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാണ് നെല്ലിക്ക ഇട്ട് വെക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ കുപ്പി നന്നായിട്ട് ഉണക്കിയൊക്കെ എടുത്തേക്കുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ ഇതിന്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അടിഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് വെക്കാം. അപ്പൊ കുറേശ്ശെ നെല്ലിക്ക ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ വീണ്ടും നമുക്ക് ഇതുപോലെ ശർക്കര ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഒരു പകുതി നെല്ലിക്ക നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവിൽ നിന്നും കറുവയിൽ നിന്നും പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന നെല്ലിക്ക നമുക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കാം. അപ്പൊ ഇതുപോലെ നെല്ലിക്ക അരിഷ്ടം ഇട്ടിട്ടില്ലാത്തവര് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നെല്ലിക്കയൊക്കെ കൂടുതലായിട്ട് സീസൺ സമയത്ത് വരുമ്പോൾ ഇതുപോലെ മേടിച്ച് ഇട്ട് വെച്ച് നോക്കൂ. ഇപ്പൊ ഇവിടെ നമ്മുടെ 1 കിലോ നെല്ലിക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ഫുള്ളായിട്ട് ഇരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് നന്നായിട്ട് ചുങ്ങും. അപ്പൊ ഇനി ബാക്കിയിരിക്കുന്ന ശർക്കര നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് ഇടുന്നതിന് മുമ്പായിട്ട് ബാക്കിയിരിക്കുന്ന നമ്മുടെ കറുവയും ഗ്രാമ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ശർക്കര ഇട്ട് നമുക്ക് വെക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ നെല്ലിക്ക നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമ്മൾ ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇത് കവർ ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് എടുത്ത് നല്ല കട്ടിക്കൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിതങ്ങ് മുറുക്കി അടയ്ക്കാം. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇതൊന്ന് കുലുക്കി കൊടുക്കണം. അപ്പം ചാമ്പയ്ക്കാകുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യും, ഇത് അതിന്റെ ആവശ്യമില്ല. ഒരു 5 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി ഇതേപടി തന്നെ നമ്മൾ ചാമ്പയ്ക്കൊക്കെ ചെയ്ത പോലെ തന്നെ ഒന്ന് നന്നായിട്ട് കുലുക്കിയിട്ട് വെക്കുക. അങ്ങനെ ഒരു 5 ദിവസം കൂടുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് വെട്ടം അടിക്കുന്നിടത്തൊന്നും വെക്കാതെ എവിടെയെങ്കിലും തിരിക്കുന്ന സ്ഥലത്ത് വെക്കുക. നമ്മുടെ കബോർഡിന്റെ അടുത്തൊക്കെ എവിടെയെങ്കിലും ഡയറക്റ്റ് സൂര്യപ്രകാശം ഒന്നും അടിക്കാത്തടത്ത് എവിടെയെങ്കിലും വേണം ഒതുക്കി വെക്കാനായിട്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് വെക്കാം. ഞാനൊരു 20 ദിവസം ആകുമ്പോൾ ഞാനൊന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് 40-ാം ദിവസം എടുത്ത് കാണിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇവിടെ നമ്മുടെ നെല്ലിക്ക അരിഷ്ടം നമ്മൾ ഇട്ട് വെച്ചിട്ട് 20 ദിവസമായി. ഇത് കണ്ട, ഈ കുപ്പിയിൽ നിറച്ചുണ്ടായിരുന്നതാണ്. ഇപ്പൊ ഇത് ചൊങ്ങി ഈ ഒരു ലെവൽ വരെ എത്തി. അപ്പൊ ആദ്യത്തെ 5 ദിവസം നമ്മളിത് അനക്കാതെ തന്നെ വെച്ചു. 5-ാം ദിവസം എടുത്ത് നല്ലപോലെ ഒന്ന് കുലുക്കിയിട്ട് വെക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ ദിവസവും എടുത്ത് ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കും. അടപ്പൊന്നും തുറക്കുകയില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുലുക്കി നമ്മൾ വെക്കണം. എന്നിട്ട് 10 ദിവസമായപ്പോൾ ഞാനിത് തുറന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ ദിവസവും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പൊ 20 ദിവസമായി. അപ്പൊ ഇനി 20-ാമത്തെ ദിവസവും നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള തടിയുടെ സ്പൂൺ തന്നെ എടുക്കണം. തടിയുടെ സ്പൂൺ എടുത്തിട്ട് അതിന്റെ ഈ പിടി ഭാഗം വെച്ച് നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പൊ അടിയിലുള്ള ശർക്കര കട്ടിയായിട്ട് കിടക്കുന്നതൊക്കെ നന്നായിട്ട് നമുക്ക് ഇളകി ഇതുമായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നല്ല ആ ഒരു നെല്ലിക്ക അരിഷ്ടത്തിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് വീണ്ടും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു 20 ദിവസവും കൂടി വെക്കണം. അപ്പൊ ഇതുപോലെ നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഇനി എല്ലാ ദിവസവും
എടുത്ത് ജസ്റ്റ് ഒന്ന് കുലുക്കി വെക്കുക. അടുത്ത 10 ദിവസം ആകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ശർക്കരയൊക്കെ അടിയിൽ വന്ന് അടിയുന്നത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി അടുത്ത 20 ദിവസം ആകുമ്പോൾ നമ്മുടെ അരിഷ്ടം റെഡിയാകും. അപ്പം ടോട്ടൽ 40 ദിവസം ആകും. അപ്പോൾ ഇൻഷാല്ല ഞാൻ അടുത്ത 40ാമത്തെ ദിവസം കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നമ്മുടെ നെല്ലിക്ക അരിഷ്ടം നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ട് 40 ദിവസം കഴിഞ്ഞു. കറക്റ്റ് പറഞ്ഞാൽ ഇപ്പൊ 43 ദിവസമായി. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസമൊന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് കണ്ട നെല്ലിക്കയൊക്കെ നല്ല പോലെ ചൊങ്ങി നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു മണമാണ് നമുക്ക് വരുന്നത്. ഓരോ 10 ദിവസം കൂടുമ്പോഴും നമ്മൾ ഇതുപോലെ എടുത്ത് ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുത്തതാണ്. ഇത് കണ്ടോ, നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ നല്ല പോലെ ആ നൊര പോലെ വരുന്നുണ്ടോ, അതിന്റെ ആ ഗ്യാസ് ആണ് ആ ഫോം ചെയ്ത് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു വെക്കാം. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പൊ ഇത് നമുക്ക് വേറൊരു കുപ്പിയിൽ ഇട്ട് വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഓരോന്നിടത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം മധുരവും ഒരു ചെറിയ ആ ഒരു ചവർപ്പും ഒക്കെ കൂടി ചേർന്ന് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പം ഇതെടുത്ത് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇനി ഇത് നമുക്ക് നല്ല ഒരു വൃത്തിയായിട്ടുള്ള കുപ്പിയിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ചു വെക്കാം. അപ്പൊ ഇതൊക്കെ ഒഴിച്ചു വെക്കുന്ന കുപ്പി നമ്മൾ നല്ലപോലെ കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്ത കുപ്പിയായിരിക്കണം. അങ്ങനെയുള്ള കുപ്പിയിലേക്ക് മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള അരിഷ്ടം അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാവുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ശരിക്കും നമ്മൾ നെല്ലിക്ക അരിഷ്ടമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.